അമ്മ പുറത്ത് കിടക്കാനാ പറഞ്ഞത്. പോവാൻ. ചേച്ചി ഇറങ്ങും. പോവാ മോളെ. അവളെ മോളെ എന്നുള്ള വിളി അതെന്റെ അമ്മയുടെ. പുറത്തിറങ്ങ. പുറത്ത് പോവാൻ. അല്ല അമ്മ പുറത്ത് കിടക്കാനാ പറഞ്ഞത്. പോവാൻ. ചേച്ചി ഇറങ്ങും. പോവാ മോളെ. അവളെ മോളെ എന്നുള്ള വിളി അതെന്റെ അമ്മയുടെ. എന്താ മോളെ ഈ പറയുന്നേ? മോളുടെ അമ്മ എങ്ങനെ ഇതിനകത്ത് വരുന്നേ? അതും അത്രയും വലിയൊരാള്. ഇല്ല ചേച്ചി, എനിക്കങ്ങനെ തോന്നുന്നു. ഉറപ്പായിട്ടും തോന്നുന്നു. മോളെ, ഇവിടെ ആരോടൊന്നും ചോദിക്കല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഇവിടെ എല്ലാവരും ഡോക്ടറുടെ ആളുകളാ. കൊല്ലാൻ പോലും മടിക്കില്ല. മോള് വാ 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 മോളെ. പറഞ്ഞു. മോള് എന്റെ മോള്. വേണ്ട വേണ്ട വേണ്ട
ശ്യാമേ 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 അയ്യോ 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 ശ്യാമേ അയ്യോ. മോളെ എന്നെ പോലെ ഒരാളെ അകത്ത് മുറിയിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോ മനസ്സിൽ വല്ലാത്തൊരു പ്രതീക്ഷ വന്നതാ. ഒരുപക്ഷെ അതെന്റെ അമ്മയായിരിക്കും. മോൾ എന്തേ പറയുന്നേ? മോളുടെ അമ്മ ആരാ? ഇവിടെയൊക്കെ മോളുടെ അമ്മ ആരെങ്കിലും കൊണ്ടുവരുമോ? അത് അവന്റെ തോന്നല് തന്നെ ആയിരിക്കും മോളെ. അങ്ങനെ ആയാപ്പോലും ഒരു ചെറിയ തോന്നലിന്റെ പുറകെ പോലും എനിക്ക് പോയേ പറ്റൂ ചേച്ചി. ആര് പറയുന്നതും എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്റെ അമ്മ ജീവനോടെ ഉണ്ട്, അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. പക്ഷെ അമ്മ പുറത്തു വരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ എവിടെയോ അമ്മയെ പൂട്ടിയിട്ടിരിക്കുന്നു എന്നാ. അതെവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ. മോളെ നമുക്കിപ്പോ പോയാലോ? മോന്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റും. അപ്പൊ ഒന്നുകൂടി തിരക്കാനും പറ്റും. ചേച്ചി, ഒരു കാര്യം ചേച്ചി പറഞ്ഞ സത്യ. ഭ്രാന്തനേക്കാളും ഭീകരമാണ് ഭ്രാന്തനെ ചികിത്സിക്കുന്ന ഈ സ്ഥലം. ഡോക്ടർമാരായാലും അറ്റൻഡർമാരായാലും ഇവിടുത്തെ സാഹചര്യമായാലും എല്ലാം പ്രശ്നമാണ്. നമുക്ക് ബിച്ചുനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. കുറച്ച് കാശ് എന്നെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റും. പക്ഷേ ഡോക്ടർ പറഞ്ഞ അത്ര പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമുക്ക് ഒപ്പിക്കാം. എന്നിട്ട് വരുണിനെയും കൂട്ടി വന്ന് നമുക്ക് ഇവിടെ സംസാരിക്കാം. എന്തായാലും മോനെ ഇവിടുന്ന് കൊണ്ടുപോകണം ചേച്ചി. ചേച്ചി പേടിക്കണ്ട, അവനെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകും. പിന്നെ വേറെ ആശുപത്രിയിലൊന്നും ആക്കണ്ട. അവൻ ചേച്ചിയുടെ കൂടെ നിൽക്കട്ടെ, നമ്മുടെ കൂടെ നിൽക്കട്ടെ. അവൻ ഓക്കെ ആവും. പോവാ. ശരി. അമ്മേ, അയ്യോ.